ഹായ് ഫ്രണ്ട്സ്, ഇത് ഞാൻ വന്നിട്ടുള്ളത് മാംഗോ പൾപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു വർഷം വരെ നമുക്ക് ജ്യൂസിനൊക്കെ ഉപയോഗിക്കാം. സാധാരണ നമ്മൾ മാങ്ങയ്ക്ക് തൊലി കളഞ്ഞ് കുറച്ച് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ സിപ്പ് ലോക്കിലാക്കി സൂക്ഷിക്കാറാണ്. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് പൾപ്പ് ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് മാങ്ങ ഞാൻ തൊലി കളഞ്ഞ് കുറച്ച് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിൽ വെള്ളം ഒഴിക്കാതെ ഒന്ന് അടിച്ചെടുക്കാം. അടിയിനില്ലാന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ തീരെ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ നമുക്ക് അരിച്ചെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് തന്നെ അരിച്ചെടുക്കാനും നമുക്ക് പറ്റും. ഒട്ടും നാരില്ലാത്ത മാങ്ങയാണെങ്കിൽ നമുക്ക് മിക്സിയിൽ അടിച്ചതിന് ശേഷം നേരിട്ട് തന്നെ പൾപ്പ് ഉണ്ടാക്കാം, അരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ മാങ്ങക്ക് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പഞ്ചസാര എടുത്ത പാത്രത്തിന് ഒരു പാത്രം പൾപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതേ പാത്രത്തിൽ തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണ് പൾപ്പ് അളവെന്ന് നോക്കുന്നെങ്കിൽ അതേ പാത്രത്തിൽ തന്നെ ഒരു പാത്രമാണ് പഞ്ചസാരയുടെ അളവ്. പക്ഷേ ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാൻ 3/4 പാത്രമാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വെച്ച് പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പൾപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കട്ടിയുള്ള സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് നല്ല പാകത്തിനുള്ള കട്ടിയായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ മാംഗോ പൾപ്പ് ചൂടാറിയിട്ടുണ്ട്. കറക്റ്റ് നമുക്ക് ആ ഒരു കട്ടിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഈ പൾപ്പ് നമ്മൾ കുറച്ച് സമയം കൂടി ഒന്ന് വറ്റിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ജാമിൻ്റെ പോലെ ഉണ്ടാവും കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ ബ്രെഡിൻ്റെയും ചപ്പാത്തിൻ്റെ കൂടെ കൊടുക്കാനൊക്കെ നല്ലതാണ്. ഈ പൾപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് മാംഗോ ജ്യൂസ് അടിക്കുന്ന പോലെ തന്നെ കുറച്ചൊരു 1-2 ടേബിൾ സ്പൂൺ പിന്നെ മാംഗോ പൾപ്പ് ഇട്ടിട്ട് ബാക്കി വെള്ളം ഒഴിച്ച് നമുക്ക് ജ്യൂസ് ആക്കി എടുക്കാം. പിന്നെ മിൽക്ക് ഷേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാലൊഴിച്ചിട്ട് മിൽക്ക് ഷേക്കും ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ പൾപ്പ് ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ മാംഗോ ഇല്ലാത്ത ആ ഒരു സീസണിൽ മാംഗോ പുഡിംഗ് ഉണ്ടാക്കാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.